ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളെന്ന് പറയണമെങ്കിൽ നമ്മളെ ഹാങ്ങിങ് പെറ്റോണിയും പിന്നെ നമ്മൾ സാധാ ആയിട്ട് കുഴിച്ചിടാൻ പറ്റിയ ഹാങ്ങിങ് അല്ലാത്ത പെറ്റോണിയനെയും പറ്റിയിട്ടാണ് ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് പെറ്റോണിയ എൻ്റെ അടുത്ത് ഈ ഒരു കളറേ ഉള്ളതെന്ന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ വിത്ത് നമുക്ക് ഈ ഹാങ് ചെയ്യണതിൻ്റെ വിത്തുണ്ടല്ലോ, അതതിൻ്റെ താഴെയുള്ള ചട്ടിക്കൊക്കെ ചാടിയിട്ട് നമുക്ക് പല കളറ് പൂക്കൾ തരാൻ തുടങ്ങിട്ടോ. അതും കൂടെ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇത് കണ്ടു നിങ്ങൾ, ഇത് ഞാൻ ഒരു വിങ്കൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് ഹാങ് ചെയ്യുന്ന ചട്ടിയിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുഴിച്ചിട്ടതൊക്കെ ഇപ്പം നമുക്ക് ഇതാ പിടിച്ച് കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ ടൈഗർ വെറൈറ്റി പെട്ടതാണ്. അപ്പോൾ ഇവരൊക്കെ ഇപ്പം നമുക്ക് പൂക്കൾ തരൽ തുടങ്ങി. ഈ ഹൈബ്രിഡ് പെറ്റോണിയ എന്നിട്ടുണ്ടെങ്കിൽ മഴ തട്ടിയാൽ വേഗം പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിപ്പോൾ ഹാങ് ചെയ്യുന്ന ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്ത് വളർത്തുകയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് വിത്ത് ചാടിയിട്ട് കിട്ടിയത്. ഭയങ്കര സന്തോഷമായിട്ടോ. അതിപ്പോൾ പൂക്കൾ വന്നു. ഇനിയിപ്പോൾ തൈകളിങ്ങനെ വരുന്നുണ്ട്. താഴത്തേക്ക് വിത്ത് ഇങ്ങനെ ചാടിയിട്ടേ നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് 3 ഹാങ് ചെയ്യുന്ന ചട്ടിക്കാരം. ഈ ഒരു ചട്ടി വെച്ച് കൊടുത്താൽ അതിൻ്റെ അടിയിൽ അടുത്ത ചട്ടി ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. എനിക്ക് അത്രമാത്രം സ്ഥലമുള്ളൂ. ഇതിൻ്റെ വെറാലാണ്, വെറാലിൻ്റെ ബാക്കിലാണ് ഞാൻ ഈ ഹാങ് ചെയ്തിട്ടിരിക്കണം. ഇവിടെയാണ് എനിക്ക് വെയിൽ തട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വെയിൽ തട്ടിയിട്ട് വേണം ചെടികൾ വളർത്താൻ. അല്ലെങ്കിൽ മഴ മാത്രം തട്ടിയാൽ ചെടികൾ നഷ്ടപ്പെടും. അതും കൂടെ നിങ്ങളടുത്ത് പറയാം കേട്ടോ. അതേപോലെ ഇതുണ്ടില്ല, ഇത് ഞാൻ ഒരു വിങ്ക എനിക്ക് താഴെ വീണ് മുളച്ച് കിട്ടിയ തയ്യാട്ടോ. അതേപോലെ ഒരു തയ്യും കൂടെ മുളക്കണം. അപ്പോൾ ഭയങ്കര സന്തോഷം വെച്ചാൽ എന്താ പറയേണ്ടതെന്ന് നമുക്കറിയില്ല. അത്രയും വെറൈറ്റികൾ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ തന്നെ ഇനിയിപ്പോൾ ഒരു വിത്ത് ചാടിയിട്ട് എനിക്ക് മുളച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിപ്പോൾ ഞാനൊരു ബുഷിയായിട്ട് വളർത്തുന്ന ഒരു വിങ്കയാണ്. ഹാങ്ങിങ് വിങ്ക അല്ല കേട്ടോ, ഒരു നമ്മളെ ഹൈബ്രിഡ് വിങ്കയാണ്. അത് ഞാനിങ്ങനെ വെട്ടി വളർത്തുകയാണ്. പൂക്കളായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വിചാരിച്ച്. പിന്നെ ഈ ഹാങ്ങിങ് വിങ്കൻ്റെ വിത്ത് ചാടിയിട്ടാണ് ഇവിടെ ഒരു തയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് തൊട്ടെന്നായിട്ട്. അതിൽ നമുക്ക് പൂക്കളായിട്ടില്ല. പൂക്കളായാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ ഉണ്ട്, കുറേ ഇനി കട്ടിങ്സ് എടുത്ത് കുഴിച്ചിടാണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം കുറച്ചധികം വിത്തായാൽ പാവണം വിചാരിക്കേണ്ട. അപ്പം നമുക്ക് ഈ ഒരു കളറ് ഹാങ്ങിങ് വിങ്ക മതി. ഇഷ്ടംപോലെ തൈകൾ നമുക്ക് വരും. അതായത് പല വെറൈറ്റിയിലുള്ള പൂക്കളൈക്കാരെ നമുക്ക് കിട്ടട്ടെ. അതും കൂടെ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു തരാണ്. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാനുണ്ട്. എല്ലാ വർഷവും വിങ്ക ഒരുപാട് കയ്യിലുണ്ടാവും. മഴ പെയ്താലാണ് ചെയ്യേണ്ടത് മൊത്തം നഷ്ടപ്പെടുക ചെയ്യട്ടോ. ഇപ്രാവശ്യം ഞാനതൊക്കെ വീട്ടിൻ്റെ അറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ബോഗൺവില്ല ഹൈബ്രിഡ് കയറ്റി വെക്കും. ഇപ്രാവശ്യം ഹൈബ്രിഡ് ഒന്നും കയറ്റി വെക്കാൻ പറ്റിയില്ല. അതായത് വിങ്കകളാണ് ഞാൻ ഇപ്രാവശ്യം ശ്രദ്ധിച്ചത്. എന്താണെന്നറിയോ, നമ്മളെ ബോഗൺവില്ല മഴ തട്ടിയാൽ എനിക്ക് പ്രശ്നം വരലില്ല. അതുകൊണ്ടാണ് ഞാൻ വിങ്ക ഒരുപാട് ഹൈബ്രിഡ് കയ്യിലുണ്ട്. അതൊക്കെ ഇങ്ങനെ സൈഡൊക്കെ മാറ്റി വെച്ചതാട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.